ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കഥാപാത്രത്തെ പറ്റി നോക്കാം. കൈത്തറ പാപ്പി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? KV മോഹൻകുമാറിൻ്റെ ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ കഥാപാത്രമാണ് കൈത്തറ പാപ്പി. ഉഷ്ണരാശി ഒരിക്കലും ഒരു ചരിത്ര നോവലല്ല, ചരിത്രം പശ്ചാത്തലമായി വരുന്ന ഒരു സമകാലിക നോവലാണ്. 1930 മുതൽ 1957 വരെയുള്ള കേരളത്തിൻ്റെ സാമൂഹിക പരിണാമത്തിൻ്റെ കഥയാണ് ഉഷ്ണരാശി. നമുക്ക് അദ്ദേഹത്തിൻ്റെ കുറച്ച് രചനകൾ നോക്കി വയ്ക്കാം. ഇപ്പോഴത്തെ പരീക്ഷയ്ക്കുള്ള ട്രെൻഡാണ്. ഒരു കഥ തന്നിട്ട്, അല്ല കഥയോ നോവലോ തന്നിട്ട് ഇത് നോവലാണോ കഥയാണോ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കഥാപാത്രങ്ങളെക്കുറിച്ച് ചോദിക്കാം. പ്രധാന രചനകൾ: ജാരനും പൂച്ചയും, ഏഴാം ഇന്ദ്രിയം, ഹേ രാമ, പ്രണയത്തിൻ്റെ മൂന്നാം കണ്ണ്, എടലാക്കുടി പ്രണയരേഖകൾ, ശ്രാന്തശേഷം. ഇത്രയും നോവലുകളാണ്. അലിഗഡിലെ കലാപം എന്ന നോവലൈറ്റും, പിന്നെ ഭൂമിയുടെ അനുപാതം, ജ്ഞാവല്ലിയിലെ കുതിരകൾ, അളിവേണി എന്ത് ചെയ്തു, അകം കാഴ്ചകൾ, ആസന്ന മരണൻ, പുഴയുടെ നിറം ഇരുൾ നീലിമ എന്നീ കഥാസമാഹാരങ്ങളും ദേവരതി എന്ന യാത്രാവിവരണവും അദ്ദേഹം രചിച്ചു. കേശു, മഴനീർത്തുള്ളികൾ, ക്ലിൻറ്റ് എന്നീ സിനിമകൾക്ക് വേണ്ടി തിരക്കഥയും എഴുതി. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? കൈത്തറ പാപ്പി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലെ കഥാപാത്രമാണ് കൈത്തറ പാപ്പി. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.